ഹലോ ഫ്രണ്ട്സ്, അതെ നിങ്ങൾക്ക് ഞാനൊരു സാധനത്തിനെ കാണിച്ചതാണ്. ഇതാ ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് നമ്മളെ ടിൻഡു. ഇവളുടെ മുന്നിൽ വെച്ചിട്ട് രണ്ട് പെണ്ണുങ്ങൾ എൻ്റെ വലിയൊരു അലൂമിനിയത്തിൻ്റെ ഉരുളിക്കട്ടുണ്ടൊക്കെ പോയി. എന്നാൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എനിക്കത് മിസ്സാവില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിന് ശേഷം ഇവളെ മുന്നിലൂടെ വലിയൊരു പാമ്പ് പോയി. എന്നിട്ടും ഇവളത് നോക്കി നിന്ന് ആസ്വദിക്കുക ചെയ്തത്. ഇങ്ങനെ ഉണ്ടൊരു മിണ്ടാത്ത നായ. നിങ്ങൾ വിചാരിക്കേണ്ട ഉരുളി എങ്ങനെ കട്ടുകൊണ്ട് പോയെന്നല്ലേ. ഇത് ഞാനേ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് കഴുകാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടും പനി ചുമ ഒക്കെ ആയ കാരണം കുമ്പിട്ടിട്ട് ഇങ്ങനെ കുറച്ച് കഴുകണ്ടേ. അപ്പോൾ അതിന് പറ്റാത്ത കാരണം അത് പുറത്ത് പൈപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് ഈ രണ്ട് മറ്റേ തമിഴ് കുപ്പിപ്പാട്ടൊക്കെ പിറക്കുന്ന തമിഴത്തി സ്ത്രീകളുണ്ടല്ലോ, അവർ രണ്ടുപേരും എടുത്തു കൊണ്ടുപോയത്. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിലും കൂടെ അത് പുറത്തുനിന്ന് ചെറിയൊരു സൗണ്ട് കേട്ട പോലെ ഞാനിങ്ങനെ തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവർ വേറെ പറമ്പിലൂടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ അപ്പുറത്ത് കൂടെ ഇറങ്ങി പോണതാണ് കണ്ടത്. പക്ഷെ അത് ഇവിടെ നിന്നാണ് എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. ഇവിടെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതാണ് വാസ്തവം. ആരെന്ത് കണ്ടാലും ഇവൾ കുറയ്ക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എല്ലാവരെ കണ്ടാലും വാലാട്ടും. അപ്പോൾ ഇവളെ കൊടുന്ന വീട്ടിൽ നിന്ന് അടുത്ത ചേട്ടൻ പറഞ്ഞത് ഇവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇവളുടെ സഹോദരങ്ങളൊക്കെ കുറച്ചിട്ട് ഭയങ്കര പ്രശ്നം അത്രേ. പക്ഷേ ഇവൾ മാത്രം ഇങ്ങനെയായിപ്പോയി. എന്താ ചെയ്യുക?